السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وصحابه الفائزين برضا الله ما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനത്തിൽ ചെന്ന് നമുക്കെല്ലാവർക്കും പരിശുദ്ധമായ ഉംറയും പരിശുദ്ധ ഹറം ഷരീഫിലും കഅബയിലും നമുക്ക് ചെയ്യേണ്ട എല്ലാ അമലുകളും കൃത്യമായി സന്തോഷമായി അല്ലാഹു പൊരുത്തപ്പെട്ട വിധത്തിൽ ചെയ്ത് നമ്മുടെ മനസ്സിനും ഒരു സംതൃപ്തി ലഭിക്കുന്ന വിധത്തിൽ ചെയ്ത് പൂർത്തിയാക്കി വരാനും ഏറ്റവും ശ്രേഷ്ഠമായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് പോകാനും സലാം പറയാനും വളരെയധികം അമലുകൾ ചെയ്യുവാനും തങ്ങളോട് ആത്മീയ ബന്ധം പുലർത്തുവാനും ദുനിയാവിലും ആഖിറത്തിലും തങ്ങളുടെ ഹദറത്തിൽ ഒരുമിച്ച് കൂടാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഉംറയ്ക്ക് വേണ്ടിയുള്ള വിഷയങ്ങളാണ്. പലതവണ ആവർത്തിച്ച് കേൾക്കാൻ സൗകര്യമാണ്. ഉംറയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ ക്ലാസുകൾ സംഘടിപ്പിക്കപ്പെടും. ആ ക്ലാസ് മാത്രം മതിയാകില്ല എന്ന നിലക്ക് ആ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ തന്നെയാണ് ഈ വാട്സപ്പിലും വിടുന്നത്. ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. മസ്അല വ്യത്യാസമല്ല. ക്ലാസ്സിൽ പറയുന്ന എല്ലാ വിഷയവും ഇതിൽ വന്നു കൊള്ളണമെന്നില്ല. ഇതിൽ പറയുന്ന വിഷയങ്ങളെല്ലാം അവിടെയും വന്നു കൊള്ളണമെന്നില്ല. അവ രണ്ടും കേൾക്കണം. വാട്സപ്പിലാകുമ്പോൾ വീണ്ടും ആവർത്തിച്ച് കേൾക്കാൻ കൂടി സൗകര്യമുണ്ട്. ഇതിൽ ആമുഖമായി ഞാനൊരു വിഷയം എഴുതി വിട്ടിട്ടുണ്ട്. അതിൽ പറഞ്ഞ ഓരോ വിഷയങ്ങളാണ് പിന്നീട് ഈ ശബ്ദം നൽകുന്നത്. അതുകൊണ്ട് ഇതെല്ലാവരും കൃത്യമായി കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും പലതവണ ആവർത്തിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഉംറയ്ക്ക് പോകുന്ന എല്ലാവരുടെയും പക്കൽ ഉംറയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ചെറിയ പുസ്തകമെങ്കിലും വേണം. പഠിക്കാതെ ചെയ്താൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കും. തെറ്റുകൾ സംഭവിക്കുമ്പോൾ എവിടെ വെച്ചാണ് ആ തെറ്റ് സംഭവിക്കുന്നത്? അല്ലാഹുവിന്റെ ഭവനമായ മസ്ജിദുൽ ഹറാം കഅബയുടെ മുറ്റത്ത് വെച്ച്, മസ്ജിദുൽ ഹറാം പള്ളിയിൽ വെച്ച് ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ മില്യൺ കണക്കിന് തെറ്റ് ചെയ്ത ശിക്ഷയാണ്. എത്രയോ കഠിനമായ തെറ്റ്. ജീവിതത്തിൽ മുഴുവനും കൂടി ചെയ്തു കൂട്ടിയ തെറ്റിനേക്കാൾ വലുതാണ് ഹറമിൽ വെച്ച് ഒരു തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് തെറ്റുകുറ്റങ്ങൾ സംഭവിക്കരുത്. ചെയ്യുന്ന അമൽ കൃത്യമായി അല്ലാഹു നിർദ്ദേശിച്ച വിധത്തിൽ അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു പ്രഖ്യാപിച്ച അവന്റെ ദീനും നിയമവും നബിതങ്ങൾ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കണം. സാധുക്കളായ നമ്മൾ, വിവരവും ഈമാനും കുറവുള്ള നമ്മൾ ആകുന്നത്ര അതിനെ സംബന്ധിച്ച് പഠിക്കുകയും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കഠിനാധ്വാനവും ശ്രമവും ഉണ്ടാവുകയും അങ്ങനെ പരമാവധി നന്നാകണമെന്ന ഇഖ്ലാസോടെ ആത്മാർത്ഥ ചിന്തയോടെ അമലുകൾ ചെയ്യുകയും അബദ്ധവശാൽ വല്ല തെറ്റുകളും അതിൽ വന്നുപോയെങ്കിൽ നമുക്ക് പറയാം, ഇത്തഖുല്ലാഹ മസ്തതഅ്തും എന്ന ആയത്തടിസ്ഥാനത്തിൽ പരമാവധി ഞങ്ങൾ ശ്രദ്ധിച്ചു, ഞാൻ പരമാവധി പഠിക്കാൻ പരിശ്രമിച്ചു, കുറ്റമറ്റ രൂപത്തിൽ ചെയ്യാൻ ശ്രമിച്ചു, എന്റെ ദൗർബല്യം കൊണ്ട് മനുഷ്യ സഹജമായി എന്നിൽ നിന്ന് സംഭവിച്ച തെറ്റ് അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണമേ എന്ന് പറയുന്നതിലൊരർത്ഥമുണ്ട്. നമ്മുടെ ഭാഗത്ത് നിന്നൊരു ശ്രമവും പഠിക്കാനുള്ള ഒരു ശ്രമവും ഒരാത്മാർത്ഥതയും ചിന്തയും അധ്വാനവുമില്ലാതെ എല്ലാവരും ചെയ്യുമ്പോലാണ്ട് ചെയ്യണം എന്നുള്ള ഒരു ധാരണയിൽ ഇരുന്നാൽ നമ്മുടെ പക്കൽ നിന്ന് സംഭവിക്കുന്ന തെറ്റിന് ഉത്തരവാദി നാം തന്നെയാണ്. അതിന് നമ്മൾ നമ്മളെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. നമുക്ക് പഠിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ടല്ല, അതിനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, എന്തോ നമ്മുടെ അനാസ്ഥ. ദുന്യാവിന്റെ ഒരു കാര്യമാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഇതുപോലെ ചെയ്യില്ല. നാം നടത്തുന്ന ബിസിനസ്
നമ്മുടെ ദുന്യവിയായ സർവ്വകാര്യങ്ങളും നാം അതിന് ആത്മാർത്ഥമായി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ താമസിക്കുന്ന വീടിന് എന്ത് വിലയുണ്ട്? എത്ര രൂപ ചെലവഴിച്ചാണ് ആ വീടുകൾ നിർമ്മിച്ചത്? ലക്ഷങ്ങൾ ചെലവഴിച്ച വീട്, അതിനെത്ര നമ്മൾ അധ്വാനിച്ചിട്ടുണ്ട്? അതിനുവേണ്ടി എത്ര പഠിച്ചിട്ടുണ്ട്? എത്ര ആളുകളെ മുമ്പിൽ തലകുനിച്ചിട്ടുണ്ട്? എത്ര ആളുകളുടെ ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ടാകും? അതെല്ലാം സഹിക്കാൻ നമ്മൾ തയ്യാറാണ്. നാം കാശ് കൊടുത്ത് ജോലി ചെയ്യിപ്പിക്കുന്ന തൊഴിലാളികൾ വരെ നമ്മളോടൊരു പക്ഷേ കയർത്ത് സംസാരിച്ചാലും വീട് പണി മുടങ്ങുമോ എന്ന് പേടിച്ച് നമ്മുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത, ജനിച്ചിട്ടിന്നുവരെ നമ്മുടെ കുടുംബവും നമ്മളും കേട്ടിട്ടില്ലാത്ത ചില വാക്കുകളും പ്രയോഗങ്ങളും ചില രൂപവും സ്വഭാവവും ആ തൊഴിലാളിയിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ നമ്മൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ, ഞാനിതിനിപ്പോൾ പ്രതികരിച്ചാൽ എൻ്റെ വീട് പണി മുടങ്ങിപ്പോവുമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ ദുന്യാവിലെ വീടിനു വേണ്ടി പല ത്യാഗങ്ങളും നമ്മൾ സഹിച്ചവരാണ്. അങ്ങനെ ഉണ്ടാക്കിയ വീട് നിർമ്മിക്കാൻ 10-15 ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് ചെലവാണ്. അതെല്ലാം ചെലവാക്കി വീട് നമ്മൾ നിർമ്മിച്ചു. പക്ഷേ ആ വീട് വിട്ട് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടി വരും. അത് നമുക്ക് ശാശ്വതമല്ല. അതേ സമയത്ത് ഇന്ന് നമ്മൾ മുടക്കുന്നത് 60,000 അല്ലെങ്കിൽ 61,000 രൂപയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിന്റെ സ്വർഗം നിർബന്ധമാണ്. കാലാകാലം താമസിക്കാം, ഇറങ്ങിപ്പോകേണ്ടി വരികയില്ല, തലകുനിക്കേണ്ട, ചീത്ത കേൾക്കേണ്ട, പരിപൂർണ സന്തോഷവും ആനന്ദവും നല്ല സുഖസൗകര്യങ്ങളും യാതൊരു തടസ്സവുമില്ലാതെ, നിയമക്കുരുക്കുകളില്ലാതെ, ഇന്നതേ ചെയ്യാവൂ ഇന്നത് ചെയ്യരുത് എന്നുള്ള വിലക്കുകളും കൽപ്പനകളുമില്ലാതെ സ്വതന്ത്രമായി സന്തോഷമായി ജീവിക്കാവുന്ന സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അതിന് ഒരു പ്രാവശ്യം ഉംറ ചെയ്താൽ മതി, ഒരു പ്രാവശ്യം ഹജ്ജ് ചെയ്താൽ മതി എന്ന് അല്ലാഹു കൽപ്പിച്ചിട്ട് കാലാകാലം താമസിക്കേണ്ട വീടിനു വേണ്ടി ഈ നശിച്ച് നമ്മൾ ഇറങ്ങിപ്പോകുന്ന ദുന്യാവിലെ വീടിനെ ചെലവഴിച്ചതിന്റെ 1/4 ഭാഗം അധ്വാനമെങ്കിലും ഉംറയുടെ കാര്യത്തിൽ നമ്മൾ അധ്വാനിച്ചാൽ, നമ്മുടെ പണം ചെലവഴിച്ചാൽ നമുക്ക് എത്ര സന്തോഷമായിരുന്നു. ദുന്യാവിലെ ഒരു വീടിന് വേണ്ടി എത്ര നമ്മൾ കഷ്ടപ്പെട്ടു. അത്രയൊന്നും കഷ്ടപ്പാട് ഉംറയ്ക്കില്ലല്ലോ. അത്ര പണവും നമുക്ക് ഉംറയ്ക്ക് ചെലവഴിക്കേണ്ട. പക്ഷെ പ്രതിഫലമാണെങ്കിൽ കാലാകാലം താമസിക്കേണ്ട സ്വർഗം. ഇപ്പൊ കാലാകാലവും ശാശ്വതമായി താമസിക്കുന്ന സ്വർഗം ലഭിക്കാൻ തുച്ഛമായ കാശ്, ഹജ്ജാണെങ്കിൽ 3.25 ലക്ഷം രൂപ, ഉംറയാണെങ്കിൽ 60,000 രൂപ, ഇത് ചെലവഴിച്ചാൽ കാലാകാലം താമസിക്കേണ്ട ഒരു ഭവനം നമുക്ക് ലഭിക്കും. അത് ലഭിക്കണം, എന്റെ ഉംറ കൊണ്ട് അത് എനിക്ക് ലഭിക്കണം എന്നുള്ള അത്യാഗ്രഹത്തോടുകൂടി ഈ ഒരു വോയിസ് മാത്രം കണക്കിലെടുക്കാതെ ഇത് പഠിക്കണം, മനസ്സിലാക്കണം. ഇതൊക്കെ ചുരുങ്ങിയ വിവരണങ്ങളാണ്. അതേസമയത്ത് നിങ്ങൾ പരിശ്രമിച്ചാൽ വിശാലമായി തന്നെ ഈ ഉംറയെക്കുറിച്ച് പഠിക്കാനുള്ള സൗകര്യങ്ങൾ, പുസ്തകങ്ങൾ ഇന്ന് വിപണിയിലുണ്ട്. ആ പുസ്തകങ്ങളൊക്കെ വാങ്ങി വായിച്ച് നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗം സമ്പാദിക്കാം. അതിനുള്ള എല്ലാ വഴികളും അള്ളാഹു അനുകൂലമാക്കി തരുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇനി ബാക്കി വിഷയങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് അവതരിപ്പിക്കാം. ഉംറയുടെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരല്പം വിശദീകരണം നൽകിയതാണ്. ഇനി ഓരോ ഘട്ടങ്ങളായി ബാക്കിയുള്ള ഓരോ വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി നമ്മൾ വിവരിക്കുന്നത്, നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന, നമ്മൾ ഉദ്ദേശിച്ചു വച്ചിരിക്കുന്ന വിഷയം പരിശുദ്ധമായ ഉംറയാണ്. അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെന്നുകൊണ്ട് അവിടെ നിശ്ചയിക്കപ്പെട്ട ഇബാദത്തുകൾ അത് നിശ്ചയിക്കപ്പെട്ട സമയത്ത് നിശ്ചയിക്കപ്പെട്ട രൂപത്തിൽ നമ്മൾ നിർവഹിക്കാനാണ്. അള്ളാഹു എങ്ങനെ ചെയ്യാൻ പറഞ്ഞോ അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെന്നുകൊണ്ട് നിർവഹിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച, കൽപ്പിച്ച, നിശ്ചയിച്ച അമലുകൾ അവിടെ ചെന്ന് കൃത്യമായി അത് നിർവഹിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ച് ഒരുങ്ങിയിട്ടുള്ളത്. അത് ഹജ്ജും ഉംറയും അള്ളാഹു നിശ്ചയിച്ച ഫർളുകളാണ്. ഹജ്ജ്
മുസ്ലിമായ എല്ലാവർക്കും ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ, മക്കത്ത് പോയി ചെയ്തു വരാനുള്ള സാമ്പത്തിക കഴിവും ഉണ്ടെങ്കിൽ ഹജ്ജും ഉംറയും അള്ളാഹു നിർബന്ധമാക്കി വെച്ചതാണ്. അതിലൊരു വിട്ടുവീഴ്ചയും ഒരാൾക്കുമില്ല. ഒരു പ്രാവശ്യം അത് ചെയ്തിരിക്കണം. ഹജ്ജും ഉംറയും ഒരേ വിധിയാണ്. ആർക്ക് ഹജ്ജ് നിർബന്ധമാണോ അവർക്ക് ഉംറയും നിർബന്ധമാണ്. ആർക്ക് ഉംറ നിർബന്ധമാണോ അവർക്ക് ഹജ്ജും നിർബന്ധമാണ്. ഹജ്ജും ഉംറയും എല്ലാവർക്കും നിർബന്ധമാണ്. അത് നിർബന്ധമാകാൻ ശാരീരികമായ കഴിവ് ഉണ്ടാകണം. അവർക്കേ നിർബന്ധമുള്ളൂ. ശാരീരികമായ ആരോഗ്യമുള്ളവർക്കും പോയി വരാനുള്ള സാമ്പത്തികമുള്ളവർക്കും യാത്രാപരമായി വിമാന സൗകര്യമോ കപ്പൽ സൗകര്യമോ ഇവിടുന്ന് മക്കത്തെത്താൻ വാഹന സൗകര്യവും ഉള്ള കാലത്ത് അത് നിർബന്ധമാണ്. അപ്പോൾ വാഹന സൗകര്യം ഇന്നുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. ദിവസേന ഫ്ലൈറ്റ് പോയി വരുന്നു. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വാഹനത്തിൽ ബസ്സിൽ വരുന്നു, നടന്നു പോകുന്നു. അതിനൊക്കെ സൗകര്യങ്ങൾ ഇന്നുണ്ട്. ഇന്ത്യയും സൗദിയും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും ഇവിടെയുള്ള ആളുകൾക്ക് അങ്ങോട്ട് പ്രവേശന അനുമതി ഉള്ളതുകൊണ്ട് ആ കാര്യം നമുക്ക് കൂടുതൽ ചർച്ച ചെയ്ത് സമയം കളയേണ്ടതില്ല. പിന്നെ ശാരീരികമായ ആരോഗ്യമാണ് ഹജ്ജ് നിർബന്ധമാകാൻ, ഉംറ നിർബന്ധമാകാനുള്ള മറ്റൊന്ന്. സ്വന്തം ശരീരം കൊണ്ട് എല്ലാ അമലുകളും നടന്ന് ചെയ്യാൻ ആരോഗ്യമുള്ളവനും നിർബന്ധമാണ്. അങ്ങനെ ആരോഗ്യമില്ലാത്ത ഒരാൾക്ക് വീൽ ചെയറിലോ മറ്റോ ഇരുത്തി ചെയ്യിപ്പിച്ചു കൊടുക്കാൻ ഒരാളെ കിട്ടുമെങ്കിൽ അയാളും ഹജ്ജ് ഉംറ നിർബന്ധമുള്ള വ്യക്തിയാണ്. പോയി വരാനുള്ള സാമ്പത്തികവും. അപ്പൊ ശരീരം കൊണ്ട് ആരോഗ്യം എന്ന് പറഞ്ഞത് സ്വന്തം ശരീരം കൊണ്ട് ആരോഗ്യമുള്ളവനും നിർബന്ധമാണ്. സ്വന്തം ശരീരത്തിന് ആരോഗ്യം മതിയാകില്ലെങ്കിൽ, ആരോഗ്യം പോരാ എങ്കിൽ അയാളെ കൊണ്ടുപോയി ഒരാൾ ചെയ്തു കൊടുക്കാനുണ്ടെങ്കിൽ ആ ആളെ കൂട്ടിക്കൊണ്ടുപോയി വീൽ ചെയറിലോ മറ്റോ അല്ലെങ്കിൽ കൈപിടിച്ച് നടന്നോ മറ്റോ അത് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ ഹജ്ജും ഉംറയും രണ്ടും നിർബന്ധമുണ്ട്. ഇങ്ങനത്തെ ഒരാൾ അത് ചെയ്യാതെ മരിച്ചാൽ അയാളെക്കുറിച്ച് ക്രിസ്ത്യാനിയോ നസറാനിയോ ജൂതനോ നസറാനിയോ എന്തു വേണമെങ്കിലും വിളിക്കാം. അയാൾക്ക് എന്തും യോജിക്കും. അയാൾ ജൂതനോ ക്രിസ്ത്യാനിയോ ആയി മരിച്ചു പോയിക്കോട്ടെ എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താക്കീത് നൽകിയത് ഹദീസുകളിൽ സുലഭമായി കാണാം. അവ നിർബന്ധമായ ഒരു വ്യക്തിക്ക് അത് ചെയ്യാതെ ഉപേക്ഷ വരുത്താൻ ഒരിക്കലും പാടില്ലാത്തതാണ്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ അള്ളാഹു അത് നിർബന്ധമാക്കിയിട്ടുള്ളൂ. എല്ലാ വർഷവും ചെയ്യണമെന്ന് അള്ളാഹു നിർബന്ധമാക്കിയിട്ടില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായ ഈ അമല് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സാമ്പത്തിക ശാരീരിക അനുഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് അത് ചെയ്യൽ വളരെ പുണ്യമുള്ളതും വളരെ നിർബന്ധവുമാണ്. അതൊന്നും ഇനി വിശദീകരിക്കേണ്ടതില്ല. കാരണം നമ്മൾ അതിന് തയ്യാറായി കഴിഞ്ഞു, ഒരുങ്ങിക്കഴിഞ്ഞതുകൊണ്ട് ബാക്കി വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹജ്ജും ഉംറയും ആർക്കാണ് നിർബന്ധമുള്ളത് എന്ന വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് സമയം കളയേണ്ടതില്ല. ഒരു കാര്യം, ഹജ്ജ് ചെയ്തു എന്നതുകൊണ്ട് ഉംറ ഒഴിവായി കിട്ടില്ല. ഉംറ ചെയ്തു എന്നതുകൊണ്ട് ഹജ്ജും ഒഴിവായി കിട്ടില്ല. ഹജ്ജിന് പോകാൻ മാത്രം സാമ്പത്തികമോ അല്ലെങ്കിൽ ശാരീരിക നിലപാടോ സൗകര്യമല്ലാത്ത പക്ഷം പരിശുദ്ധ മക്കയിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോകണം, അള്ളാഹുവിന്റെ ഭവനമായ കഅബ ഒന്ന് കാണണം, അതിനുള്ള കാശ് ഒപ്പിക്കാൻ കഴിയും എന്നുള്ള ആളുകൾ അതെങ്കിലും നിർവഹിക്കുന്നത് ഏറ്റവും മഹത്വം തന്നെ. പക്ഷെ ഉംറ നിർവഹിച്ചു എന്നതുകൊണ്ട് ഹജ്ജ് ഒഴിവായി കിട്ടൂല. ഹജ്ജ് നിർവഹിച്ചു എന്നതുകൊണ്ട് ഉംറയും ഒഴിവായി കിട്ടില്ല. രണ്ടും ചെയ്യണം. എന്നാൽ ഹജ്ജ് ചെയ്യാൻ മാത്രം സാമ്പത്തികമില്ല, അല്ലെങ്കിൽ മറ്റു ചില അസൗകര്യങ്ങൾ, പോകാൻ കഴിയില്ല, ഗവൺമെന്റിൽ കൊടുത്തിട്ടോ അല്ലെങ്കിൽ പ്രൈവറ്റ് ഗ്രൂപ്പിലോ പോകാൻ മാത്രമുള്ള ശേഷി ആവതും ഇല്ല, കഴിവില്ല, എന്നാൽ ഒരു ഉംറയെങ്കിലും അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി ചെയ്യണമെന്ന ഒരു ലക്ഷ്യം ഒരാൾക്കുണ്ടെങ്കിൽ അതും വളരെ നല്ല
ലക്ഷ്യമാണ്, സന്തോഷകരമാണ്, ബഹുമാനമാക്കപ്പെട്ട വിഷയമാണ്. കുറെയെല്ലാം ആളുകൾ ഉംറയ്ക്ക് പോകുന്നതും അതുകൊണ്ടായിരിക്കും. അതേസമയത്ത് ഈ ഉംറ വെറും ഒരു സന്തോഷിക്കാനുള്ള യാത്ര, സാധാരണ ഒരു ടൂറ് പോകുന്നത് പോലെ ഒരു വെക്കേഷൻ സമയത്തുള്ള ടൂറ് മാത്രമായി കണക്കാക്കാതെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്കുള്ള യാത്രയാണെന്നും അള്ളാഹു ക്ഷണിച്ചത് കൊണ്ട് പോവുകയാണെന്നും ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാവരും അതിന് തയ്യാറായി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആവേശത്തോടെ തയ്യാറാകണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിൽ ഒരു കാര്യം പ്രത്യേകം അറിയിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ ചെയ്യാൻ പോകുന്ന അമലിന്റെ ബഹുമാനവും ശ്രേഷ്ഠതയുമാണ് ആദ്യം നമ്മൾ വിവരിക്കുന്നത്. അങ്ങനെ ഒരു യാത്രക്ക് ഉദ്ദേശിച്ചാൽ അതിനാമുഖമായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് പിന്നീട് നമ്മൾ പറയും. നമ്മൾ ഉദ്ദേശിച്ചു വച്ചിരിക്കുന്ന പരിശുദ്ധമായ ഉംറ, അള്ളാഹുവിന്റെ ഭവനം, അതോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യൽ, തങ്ങളുടെ ഹദ്റത്തിൽ പോകൽ, തങ്ങളുടെ പള്ളി, തങ്ങളുടെ മഖ്ബറ എല്ലാം കാണൽ, മുത്തുനബിയുടെ ഹദ്റത്തിൽ ചെന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കൽ, ദുനിയാവിലെ സ്വർഗത്തോപ്പ് എന്ന് നബിതങ്ങൾ വിശേഷിപ്പിച്ച ഏക സ്ഥലമായ മദീന മുനവ്വറയിലെ പ്രത്യേക സ്ഥലം, അവിടെ കയറി 2 റക്അത്ത് നിസ്കരിക്കാനെങ്കിലും അവസരമുണ്ടാവുക എന്ന ഈ മഹാഭാഗ്യം, ഇതിന്റെ എല്ലാം മഹത്വം നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. പരിശുദ്ധമായ കഅബയിൽ നമ്മൾ ചെന്നുകൊണ്ട് ചെയ്യുന്ന ഉംറക്ക് അതിന്റെ പ്രതിഫലം എന്താണ്? എന്ത് അമല് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയ ഉംറ നിർവഹിക്കാൻ നമ്മൾ പോകുമ്പോൾ അതിന്റെ മഹത്വം, ഞാൻ ചെയ്യാൻ പോകുന്ന അമലിന്റെ ശ്രേഷ്ഠതയും മഹത്വവും എന്താണ് എന്നാദ്യം നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ, ഇത്രയും മഹത്തായ അമല് എങ്ങനെ ചെയ്യണമെന്ന് അവരുടെ മനസ്സ് പ്രേരിപ്പിക്കും. എങ്ങനെയെങ്കിലും ചെയ്താൽ ആ മഹത്വം ലഭിക്കുകയില്ല. ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്കൂ, ഉംറ ചെയ്ത ആൾക്കും ഹജ്ജ് ചെയ്ത ആൾക്കും ഒരേ പ്രതിഫലമാണ് എന്ന് ഹദീസുകളിൽ കാണാം, കിതാബുകളിൽ കാണാം. ഹജ്ജിനും ഉംറക്കും പ്രതിഫലം തുല്യമാണ്. എന്താണ് അതിന്റെ പ്രതിഫലം? ഹജ്ജ് ചെയ്ത ആൾക്ക്, ഉംറ നിർവഹിച്ച ആൾക്ക് സ്വർഗം നിർബന്ധമാണ്. അയാൾക്ക് സ്വർഗം ലഭിക്കാതിരിക്കില്ല. എനിക്ക് സ്വർഗം കിട്ടുമോ എന്ന് സംശയിക്കാൻ വരെ പാടില്ലാത്ത വിധം ഖണ്ഡിതമായി തറപ്പിച്ചുറപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അത് ഹജ്ജിനും അങ്ങനെ തന്നെയാണ്, ഉംറക്കും അങ്ങനെ തന്നെയാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം സമമാണെന്ന് ഉംദത്തുൽ അബ്റാർ ഫി അഹ്കാമിൽ ഹജ്ജ് വൽ ഇഅ്തിമാർ എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഹജ്ജിന് പറഞ്ഞ പ്രതിഫലം ഉംറക്കും ബാധകമാണ്. അവനിക്ക് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. കുറ്റമറ്റ രൂപത്തിൽ ഒരു ഉംറ നിർവഹിച്ചാൽ ഇന്ന് അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച രൂപത്തിൽ ആയിത്തീരുന്നതാണ്. അവനെ ഉമ്മ പ്രസവിച്ചപ്പോൾ അവനിക്ക് എത്ര ദോഷമുണ്ടായിരുന്നു? ഒരു ചെറിയ ദോഷം പോലും ഏൽക്കാത്ത വളരെ പരിശുദ്ധമായ ഒരു കുഞ്ഞിനെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഭവനത്തിൽ നിന്ന് തിരിച്ചു പോരുന്ന അള്ളാഹുവിന്റെ വിരുന്നുകാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ വ്യക്തിയെ അള്ളാഹു ആക്കി കൊടുക്കുന്നതാണ്. അള്ളാഹുവിന്റെ വിരുന്നുകാർ എന്നാണ് കഅബ ലക്ഷ്യം വെച്ച് പോകുന്ന ആളുകൾക്കുള്ള പേര്. ളുയൂഫുല്ലാഹിൽ കിറാം, അള്ളാഹുവിന്റെ അതിഥികൾ, അതിശ്രേഷ്ഠരും ബഹുമാനികളുമായ അതിഥികൾ, മഹാനായ റബ്ബിന്റെ ശ്രേഷ്ഠവാന്മാരായ അതിഥികൾ എന്നാണ് ഇതിനെപ്പറ്റി വിശേഷിപ്പിച്ചത്. ഈ ഹാജിയെ സംബന്ധിച്ചും ഉംറ ചെയ്യുന്നവനെ പറ്റിയും വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകുന്നവർ അള്ളാഹു ക്ഷണിച്ചു പോകുന്ന വിരുന്നുകാരാണ്. അവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം ഇപ്പോൾ പ്രസവിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ പോലെ പാപമുക്തനാക്കി കൊടുക്കുന്നതാണ്. മാത്രമല്ല
അള്ളാഹുവിന്റെ സ്വർഗം എനിക്ക് കിട്ടുമോ എന്ന് സംശയിക്കാൻ പാടില്ലാത്ത വിധം സ്വർഗമുണ്ടെന്ന് ഉറപ്പ് പ്രഖ്യാപിക്കപ്പെട്ട ഒരു അമലും കൂടിയാണ്. ഇങ്ങനെ ഒരു ഉറപ്പ് നിസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ പറഞ്ഞു കാണുകയില്ല. നിസ്കരിച്ചവന് സ്വർഗമുണ്ട്, നോമ്പ് നോറ്റവന് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെയല്ല ഹജ്ജ് ചെയ്തവന് സ്വർഗമല്ലാതെ പ്രതിഫലമില്ല. അതുപോലെ തന്നെ ഉംറ ചെയ്തവനും അത്രയും ഖണ്ഡിതമായി നിർബന്ധമായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു കാര്യമാണത്. നിസ്കരിച്ചിട്ട് സ്വർഗം കിട്ടണമെങ്കിൽ എത്ര കൊല്ലം ഈ ഭൂമിയിൽ ജീവിച്ചോ അത്രയും കൊല്ലം ഒരു വഖ്ത് പോലും നഷ്ടപ്പെടുത്താതെ നിസ്കരിക്കണം. നോമ്പ് നോറ്റ് സ്വർഗം ലഭിക്കണമെങ്കിൽ എത്ര വർഷം ഇവിടെ ജീവിച്ചോ ആ വർഷത്തിലൊരിക്കലും ഒരു റമദാനിലെയും നോമ്പ് നഷ്ടപ്പെടുത്താതെ അനുഷ്ഠിക്കണം. എന്നാലേ നോമ്പ് കൊണ്ടും നിസ്കാരം കൊണ്ടും സക്കാത്താണെങ്കിലും സാമ്പത്തികമുള്ളവനാണെങ്കിൽ എല്ലാ വർഷവും കൊടുക്കണം. സാമ്പത്തികമുള്ള ആൾ ഒരു വർഷം സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ അതിന് നരകത്തിൽ കടക്കേണ്ടി വരും, അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ. അത്രയും ഓരോ അമലുകൾക്കും അതുകൊണ്ടൊക്കെ സ്വർഗം ലഭിക്കണമെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ. അതേ സമയത്ത് ഉംറ ചെയ്ത ആൾക്ക്, ഹജ്ജ് ചെയ്ത ആൾക്ക് സ്വർഗം ലഭിക്കാൻ ഒരു പ്രാവശ്യം ചെയ്താൽ മതി. 100 വയസ്സ് ജീവിച്ച ഒരാൾക്ക് ഈ 100 വയസ്സിനിടയിൽ ഒരൊറ്റ പ്രാവശ്യം ഉംറ നിർവഹിച്ചാൽ, ഹജ്ജ് നിർവഹിച്ചാൽ അയാൾക്ക് സ്വർഗം നിർബന്ധമായും ലഭിക്കും. ഗ്യാരണ്ടി പറയപ്പെട്ട വിഷയമാണ്. അപ്പൊ എത്രമാത്രം പുണ്യം ഇതിനുണ്ട്. അള്ളാഹുവിന്റെ വിരുന്നുകാർ, ദോഷങ്ങൾ മുഴുവനും ഒരു കുഞ്ഞിനെപ്പോലെയാക്കി പൊറുക്കപ്പെട്ട് പരിശുദ്ധരാക്കപ്പെടുന്നവർ, സ്വർഗം നിർബന്ധമായി ലഭിക്കുന്നവർ, ഈ ശ്രേഷ്ഠതകളെല്ലാം ഉള്ള ഉംറ ഒരൊറ്റ പ്രാവശ്യം ചെയ്താൽ സ്വർഗം നിർബന്ധമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഉംറ ആ വിധത്തിൽ, സ്വർഗം ലഭിക്കുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. ഒരു പ്രാവശ്യത്തെ ചെയ്യൽ കൊണ്ട് തന്നെ നമുക്ക് സ്വർഗം ലഭിക്കണം. അതിനാവശ്യമായ അറിവുകൾ പഠിച്ചുകൊണ്ടായിരിക്കണം അത് ചെയ്യേണ്ടത്.